തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗാണ് ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലായി പോളിംഗ് 17% പിന്നിട്ടു കഴിഞ്ഞു. പല ബൂത്തുകളിലും ആളുകളുടെ നീണ്ട നിര ഇപ്പോഴുമുണ്ട്. മുഖ്യമന്ത്രി കുടുംബസമേതം പിണറായി 1-ാം ബൂത്തിലെത്തി വോട്ട് ചെയ്തു. മന്ത്രി PA മുഹമ്മദ് റിയാസ്, കെ രാജൻ, MP രാജേഷ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മുസ്ലിം ലീഗ് നേതാക്കളായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, BJP നേതാവ് K സുരേന്ദ്രൻ തുടങ്ങിയവരും വോട്ട് ചെയ്തു. LDF ചരിത്ര വിജയം നേടുമെന്ന് മുഖ്യമന്ത്രിയും സർക്കാരിനെതിരായി വിധിയെഴുത്താകുമെന്ന് KPCC അധ്യക്ഷനും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDFന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDFന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് BJPയും UDFും ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുസ്ലിം ബഹുജന തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അതിലെ വലിയ വിജയം പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ശബരിമലയിലെ കൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.